ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ മ്യാൻമർ അതിർത്തിയിൽ ഒരു സംഘർഷം നടന്നിട്ടുണ്ട്, അഥവാ ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ റിപ്പോർട്ട് ആസാം റെജിമെന്റ് റൈഫിൾസിനെതിരെയാണ് ആക്രമണം നടന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇത് ദേശീയ മാധ്യമങ്ങളും നമ്മുടെ മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോ വന്ന ഒരു വാർത്തയാണ്. അപ്പോ ഈ ആസാം റൈഫിൾസിനെതിരെ ഈ ഒരു ആക്രമണം നടക്കുമ്പോൾ നേരത്തെയും ഇതുപോലെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വാർത്ത നമ്മൾ കൊടുത്തതാണ്, ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് അത് ചർച്ച ചെയ്തതാണ്, കൊടുത്തതാണ്. ഉൾഫയാണ് നേരത്തെ ആസാം റൈഫിൾസിനെതിരെ ആക്രമണം നടത്തിയത്. അതിനുശേഷം നമ്മൾ ഉൾഫയുടെ പല ക്യാമ്പുകളിലും വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഉൾഫയെ തകർത്തിരുന്നു. ഉൾഫ എന്ന് പറയുന്ന സംഘടന ബംഗ്ലാദേശിലാണ് ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആസാമിലൊക്കെ നിരോധിച്ച ഒരു സംഘടനയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിത് പ്രധാനമായിട്ടും പറയാനുള്ള കാരണം, പല ആൾക്കാരും നമ്മുടെ ചാനലിന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങളും ദേശീയത മനസ്സിലുള്ള ആൾക്കാർ തന്നെയാണ്, അതിനെ മുതലെടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ പ്ലാൻഡ് ആയിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കാത്ത വാർത്തകൾ, അതായത് സിലിഗുരി കോറിഡോറിൽ 38 കിലോമീറ്റർ പിടിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഈ കമന്റിനോടുള്ള ഒരു റെസ്പോൺസ്, ഇത് റെസ്പോണ്ട് ചെയ്യണമോ എന്ന് ഞാനും ബിജുചേട്ടനും കൂടെ ആദ്യം ചിന്തിച്ചതാണ്. പിന്നെ നമ്മുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യം ചെയ്തത് കൊണ്ടുള്ള ഒരു റെസ്പോൺസ് മാത്രമായിട്ട് ഇത് കണ്ടാൽ മതി. അതായത് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന വാർത്തകളെല്ലാം തന്നെ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് അത് ഏത് മാധ്യമങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ളത്, ആ മാധ്യമങ്ങളുടെ വിശ്വാസ്യത, ആ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആ വാർത്ത കൊടുക്കുന്നത്. പ്രധാനമായിട്ടും ഈ വാർത്തകൾ മലയാള മാധ്യമങ്ങൾ ഗവനിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് തന്നെ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ഇത്തരത്തിലൊരു വലിയൊരു ഭീകരാക്രമണം നമ്മുടെ ആസാം റൈഫിൾസിന് നേരെ നടന്നു. സ്വാഭാവികമായിട്ടും ആസാം റൈഫിൾസ് തിരിച്ചടിക്കും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്. അവരത് തിരിച്ചടിച്ചിരിക്കും. ഇത് കൃത്യമായിട്ടും വാർത്തകൾ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭവും പീഡനവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാർത്ത മലയാള മാധ്യമങ്ങൾ അധികം ഹൈലൈറ്റ് ചെയ്യാൻ സാധ്യതയില്ല. മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ്. നിങ്ങളിപ്പോ ഞായറാഴ്ചയൊക്കെ വാർത്തയില്ലാത്തൊരു ദിവസമാണ് ഈ വാർത്ത വന്നിരുന്നതെങ്കിൽ ചേട്ടന് കറക്റ്റ് ആയിട്ട് അറിയാലോ എത്ര കൊല്ലം പണിയെടുത്തതാ വാർത്ത വന്നിരുന്നെങ്കിൽ. ഇത് ലോകത്തില്ലാത്ത ഏറ്റവും വലിയ വാർത്തയാക്കിയിട്ട് നമ്മളെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തേനെ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞായറാഴ്ചയാണ് ഒരു അങ്കണവാടി ടീച്ചർ ഒരു കുട്ടിയെ ഒന്ന് മർദ്ദിക്കുന്ന ഒരു വീഡിയോയോ ദൃശ്യങ്ങളോ പുറത്തു വന്നിരുന്നെങ്കിൽ ആ ഞായറാഴ്ച മൊത്തം ഇത് കേരളത്തിലൊന്നുമില്ല, ലോകത്തില്ലാത്ത ഒരു ആഗോള പ്രശ്നമാക്കി മാധ്യമങ്ങൾ രാത്രി വരെ ഉയർത്തി നിർത്തിയേനെ. പക്ഷേ ഇത് തിങ്കളാഴ്ചയാണ്, വാർത്തയുള്ള ഒരു ദിവസമാണ്, ഇന്നത്തെ പോലെ ഒരു ദിവസമാണ് വന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലാഷ് ന്യൂസ് ആയിട്ട് മാത്രം അവർ കൊടുത്തുവിടും. കാരണം അതൊരു വലിയ വാർത്തയില്ല. അതിനെക്കാട്ടിലും വലിയ ഗർഭം ചീറ്റലും എല്ലാം ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നില്ല, അവർ ബൂസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു നാഷണൽ ഇന്റർനാഷണൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ത്യക്കെതിരെ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ, ഇന്ത്യ തിരിച്ചടിക്കുന്ന, പലപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എല്ലാവരും വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെയധികം നിരീക്ഷിച്ച ശേഷം, ഇപ്പൊ ബിജുചേട്ടനൊക്കെ എന്ന് പറഞ്ഞാല് ഒരുപാട് കൊല്ലം, അങ്ങനെ ഗുജറാത്തിൽ നിന്ന് മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ഗുജറാത്തിലെ സന്ദേശ് എന്ന് പറയുന്ന പത്രത്തിൽ നിന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തനം തുടങ്ങിയതാണ്. ഉത്തരേന്ത്യ മുഴുവൻ സഞ്ചരിച്ച് മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേരള കൗമുദി പത്രത്തിലും റിപ്പോർട്ടർ ചാനലിലും മീഡിയ വൺ ചാനലിലും ദൂരദർശനിലും എല്ലാ മാധ്യമ പ്രവർത്തനവും എല്ലാം നടത്തി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക്. അപ്പോൾ ക്രെഡിബിലിറ്റിയുടെ വിഷയം പറഞ്ഞതുകൊണ്ട് മാത്രമാണിത്. പിന്നെ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. നമ്മൾ നമ്മുടെ വാർത്തകൾ കാണാനോ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല മറ്റുള്ള. അത് നമ്മൾ ഒരു അഹങ്കാരമായിട്ട് പറയുന്നതല്ല. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ലോജിക് ഉണ്ടെങ്കിൽ ആൾക്കാർ സ്വാഭാവികമായിട്ടും വന്ന് നമ്മളെ കാണും എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ഇത് നിങ്ങൾ ഷെയർ ചെയ്യൂ എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. നമ്മൾ അഹങ്കാരമായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തൊരു വാർത്തയ്ക്കാണ് ഇത്തരത്തിലുള്ളൊരു, അതായത് വ്യോമപാത അഫ്ഗാനിസ്ഥാൻ അടച്ചു, ഇതൊരു വാർത്തയാണ്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം കൊടുത്തൊരു വാർത്തയാണ്. ഈ വാർത്ത അവർ കൊടുത്തത് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ആ വ്യോമപാത അടയ്ക്കാനുള്ള കാരണം എന്താണ്? ഇത് ഡിസക്ട് ചെയ്ത് പറയേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമാണ്. കാരണം വ്യോമപാത അടയ്ക്കാനുള്ള കാരണം, അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ ഒരു വ്യോമാക്രമണം നടത്തി. ഏത് നിമിഷവും അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിക്കുക, ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോ ഏത് നിമിഷവും അഫ്ഗാനിസ്ഥാൻ, അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്, നമ്മൾ സിലിഗുരി കോറിഡോർ പിടിക്കും, അത് ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. ഇപ്പം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന് മുമ്പ് 15
15 ദിവസം കഴിഞ്ഞാണ് അത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചടിക്കും എന്ന് പറയുമ്പോഴും അതിന്റെ താഴെ വന്ന ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചടിച്ചില്ലെന്നോ അല്ലോ എന്ന് അവർ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് തിരിച്ചടിക്കും. ഇന്ന് തന്നെ ഇപ്പോ റഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഒരു വാർത്തയുണ്ട്. അതായത് ഇന്നലെ പുടിൻ പറഞ്ഞത് യൂറോപ്പിനെ ഞാൻ ആക്രമിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഫ്രാൻസ് പറയുന്നത് ഇല്ല, യൂറോപ്പിനെ പുടിൻ ആക്രമിക്കുമെന്ന് ഫ്രാൻസ് പറയുന്നു. 2030 ആകുമ്പോൾ ആക്രമിക്കുമെന്നാണോ? യുദ്ധമൊക്കെ അങ്ങനെയാണ്. അതായത് 2030 ആകുമ്പോഴാണ് ആക്രമിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പറയുകയാണ് യൂറോപ്പിനെ പുടിൻ ആക്രമിക്കും എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത ചെയ്യുന്നത് അത് ഒരു ഫാക്ട് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. പക്ഷെ ആക്രമിക്കുന്നത് 2030 യുദ്ധം അങ്ങനെയാണെന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ഒരു അവസ്ഥയാണ്, എങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് ഈ മ്യാൻമറിലെ ഒരു വിഷയമാണ്. ഈ മ്യാൻമർ കുറച്ച് നാളായി ചേട്ടാ, ഈ ഉൾഫ തീവ്രവാദികൾ സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ആസാം റൈഫിൾസിനെ നോട്ടമിടുന്നു. ആസാം റൈഫിൾസിനെ അവർ വല്ലാതെ ആക്രമിക്കുന്നുണ്ട്. നമ്മളൊരു തിരിച്ചടി കൊടുത്തിട്ടും അവർ ഇതുവരെ അതിൽ അടങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ആദ്യം ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തി, പിന്നെ നമുക്കറിയാം നരേന്ദ്രമോദി കയറിയപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് അറ്റാക്ക് നടത്തിയത് മ്യാൻമറിലോട്ട് കയറിയിട്ടാണ്. 20 കിലോമീറ്റർ അപ്പുറത്ത് കയറി ഒരു അറ്റാക്ക് നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇനി ഇന്ത്യ ഈ ഒരു ഭീകരാക്രമണത്തെ നേരിടാൻ പോകുന്നത്? ആദ്യം തന്നെ നമ്മളൊക്കെ കമന്റുകളൊക്കെ അത് ഒരു കൊട്ടേഷനാണത്. അതൊരു എവിടുന്നോ വരുന്ന ഒരു ഗ്രൂപ്പായിട്ടുള്ള ഹേറ്റ് ക്യാമ്പിന്റെ ഭാഗം മാത്രമാണത്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. പക്ഷെ വളരെ സന്തോഷത്തോട് പറയാൻ പറ്റുന്നത് കഴിഞ്ഞ 3.5 വർഷമായി നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് ഇന്ന് വരെ അതിന്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറവോ അല്ലെങ്കിൽ വ്യൂസിൽ കുറവോ വന്നിട്ടില്ല. നമ്മുടെ വാർത്തകളൊക്കെ പഴയ വാർത്തകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മളുടെ ഒരു ശരാശരി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അനുസരിച്ചുള്ള വ്യൂസും നമുക്ക് മിക്കവാറും എല്ലാ വീഡിയോയ്ക്കും കിട്ടുന്നുണ്ട്. 3.5 വർഷമായിട്ട് നമുക്ക് 3.5 വർഷമായിട്ട് ഒരാൾക്ക് ലോകത്ത് ഒരാളെ പറ്റിക്കാൻ കഴിയില്ല. അങ്ങനെ വ്യാജ വാർത്തയും കള്ളവാർത്തയും ആയിരുന്നെങ്കിൽ 3.5 വർഷത്തിന് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാനോ ബിജുചേട്ടനോ വാർത്ത എടുക്കുന്നത് ഇതിന് ഇത്ര വ്യൂ കിട്ടണം എന്നുള്ളൊരു ടാർഗറ്റ് വെച്ചിട്ടല്ല എടുക്കുന്നത്. നമ്മുടെ പാഷന്റെ പുറത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇന്റർനാഷണൽ വാർത്തകളും നാഷണൽ വാർത്തകളും ഇഷ്ടപ്പെടുന്നു, ആ നാഷണൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്നു. ആ പാഷന്റെ പുറത്ത് എടുക്കുമ്പോൾ അത് ഗ്രാജുവലി അതിന് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ആകെ ഇതിൽ 2 വാർത്തയാണ് ഇതിൽ കൊടുക്കാറുള്ളത്. 2 എണ്ണമാണ് അനാലിസിസ്. ചിലപ്പോൾ ഒന്നും കൊടുക്കാറുണ്ട്. കാരണം അതിപ്പം പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും വേണമെങ്കിൽ. പക്ഷെ അത് വേണ്ട. പ്രത്യേകിച്ച് അത്യാവശ്യം ആൾക്കാർ അറിയേണ്ടത് മാത്രം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു മത്സരത്തിനില്ല. കാരണം മത്സരത്തിന് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞ ശരിയാണ്, ഒരു പാഷന്റെ പുറത്ത് തുടങ്ങിയ ഒരു ചാനലായത്. കാരണം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ദേശീയ വാർത്തകളും അന്തർദേശീയ വാർത്തകളും ഒക്കെ മുക്കുകയും അവർക്ക് വേണ്ട രീതിയിലേക്ക് അത് മാറ്റുകയും ചെയ്തപ്പോൾ സത്യം അറിയണം എന്ന് പറഞ്ഞ് നമ്മൾ ആരംഭിച്ച ഒരെണ്ണമാണ് അത്. ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ ആളുകളുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർച്ച് ചെയ്യാനുള്ള മടിയുണ്ട് അവർക്ക് വലിയ രീതിയിൽ തന്നെ. ഇല്ലെങ്കിൽ അവർക്ക് സെർച്ച് ചെയ്യാനുള്ള വാക്കുകൾ അടിച്ചു കൊടുക്കാൻ അറിയില്ല. 2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, മലയാളത്തിൽ കിട്ടത്തില്ല. അതായത് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെന്താണ് അതിൽ എഴുതി സെർച്ച് ചെയ്യുന്നത് നമുക്കറിയില്ല വാക്കുകൾ. ഇപ്പൊ ട്രാൻസ്ലേറ്റർ ഒക്കെ ഉള്ളത് കൊണ്ട് മലയാളത്തിൽ എഴുതിയിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സെർച്ച് ചെയ്താലും കിട്ടേണ്ടതാണ്. പക്ഷെ ഈ വാക്കുകൾ ഉണ്ട് ഓരോന്നിനും. അതൊരു ലഹളയ്ക്കായാലും ഇല്ലെങ്കിൽ വാറിനായാലും ക്ലാഷിനായാലും ഇല്ലെങ്കിൽ ഒരു ഫയറിങ്ങിനായാലും ഒക്കെ ഓരോ വാക്കുകളുണ്ട്. ആ വാക്കുകൾ കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ ഇതിന്റെ ലിങ്ക് കിട്ടണം എന്നുള്ളതില്ല. നമ്മൾ സാധാരണ പക്ഷെ നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കൂടുതലും ക്രെഡിബിളുള്ള ആയിട്ടുള്ള ചാനലുകളുടെയും ലിങ്കുകളും മറ്റും നോക്കി 1-2 ചാനലുകളൊന്ന് ക്രോസ് ചെക്ക് കൂടെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്ന് കരുതി പൂർണ്ണമായി ശരിയാണെന്നല്ല പറഞ്ഞത്. തെറ്റുകൾ വന്നിട്ടുണ്ട്, ഇല്ല വരാം. തെറ്റുകൾ വരുമ്പോൾ ഒരു മടിയും കൂടാതെ മാപ്പും പറയും, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ കോറിഡോർ ഒന്നും പിടിച്ച കാര്യമൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല, അത് നമ്മൾ പറയുകയുമില്ല. പക്ഷെ അത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് വാർത്ത ചെയ്തിരുന്നു, അത് സത്യമാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അത് ഈവൻ ഇപ്പൊ ലാസ്റ്റ് സംഭവിച്ച ഇമ്രാൻഖാന്റെ സാധനം പോലും അതിന്റെ ഒരു സത്യാവസ്ഥ അറിഞ്ഞിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ആ ദിവസം നമുക്കത് കൊടുക്കാമായിരുന്നു. അതിന്റെ എന്താണ് നിജസ്ഥിതി എന്ന് അറിയണം എന്നുള്ളതുണ്ട്. അതാണ് ആദ്യം തന്നെ പറയുന്നത്. ഇത് കൊണ്ട് തൽക്കാലം വലിയ രീതിയിൽ ഉപജീവനം കഴിക്കണമെന്ന് ആഗ്രഹമില്ല. കാരണം ഇതൊരു പാഷന്റെ പുറത്താണ്. അതുകൊണ്ടാണ് ഫുൾ ടൈം അതായത് ഇതിനകത്ത് ഒരു ദിവസമെങ്കിലും വന്നിരിക്കണം എന്നുള്ളത് ഒരു പാഷനാണ്. അത് അങ്ങനെയാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് തോന്നുന്ന ഒരു വികാരമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 27 വർഷമായിട്ട് തുടരുന്നു. മരണം വരെ ഇങ്ങനെ പോകണമെന്നാണ് ആഗ്രഹം. എത്രത്തോളം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ പാഷന്റെ കാര്യം പറഞ്ഞപ്പോഴോ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ അന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ രാത്രി 2 മണിക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഉറക്കമൊഴിച്ചിരുന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമം ഇതും നമ്മൾ അഹങ്കാരത്തിൽ പറയുന്നത്. ഇത് നാട്ടുകാർക്ക് കേൾക്കുമ്പോൾ തോന്നും യുവമാൻ അഹങ്കാരം പറയണം. ഈ ഉറക്കമൊഴിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇരിക്കണം, അല്ലാതെ നമുക്ക് ഇതിന്റെ താഴെ വേറെ എംപ്ലോയീസോ കാര്യങ്ങളോ ഒന്നുമില്ല.
നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാകും. ആ വാർത്ത ആദ്യം പോകുമ്പോൾ ഞാൻ അതിൽ പറയുന്നത് ഞാനിത് എടുക്കുന്നത് രാത്രി 2 മണിക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊരു പാഷനാണ്. നമ്മുടെ രാജ്യം ആ രാജ്യത്തിന് കിട്ടിയ വന്ന ഒരു ഭീകരാക്രമണത്തെ തിരിച്ചടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു 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 എന്താ പറയാ ഒരു ആവേശമുണ്ടല്ലോ. ആ ആവേശത്തിന്റെ പുറത്താണ് ആ വാർത്തയൊക്കെ ജനിക്കുന്നത്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് നൈസായിട്ട് ഉറങ്ങിയിട്ട് ഇതൊക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ല. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമുക്കത് വളരെ ആവേശമാണ് ജനിപ്പിക്കുന്നത്. അപ്പൊ അതാണ് പാഷൻ എന്ന് ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ നിന്ന് കിട്ടേണ്ട എല്ലാവിധ ആദരങ്ങളും അവാർഡുകളും ഒക്കെ ഞാൻ കിട്ടിക്കഴിഞ്ഞു. എനിക്കിനി പ്രത്യേകിച്ച് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല, എനിക്ക് കിട്ടാനില്ല. ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ്. 2016-ലും 2021-ലും ഒക്കെ ലഭിച്ചിട്ടുള്ള ആളാണ്, അതിന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ആളാണ്. കാരണം പ്രത്യേകിച്ച് എന്റെ പൊളിറ്റിക്സ് വെച്ചത് ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതല്ല. എന്നിട്ടും അത് കിട്ടി. ഒരുപാട് സന്തോഷം. ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഹാപ്പിയാണ് അതില്. അതല്ലാതെ ഇപ്പൊ ഇതിൽ ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആകേണ്ട ഒരു ഗതികേട് എനിക്കില്ല, ശ്രീധനുഷിനും ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ്. അതിൽ ബഹുഭൂരിപക്ഷം പേരും വിദ്യാസമ്പന്നരും റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും സൈനികരും ഒക്കെയാണ്. അവര് കൃത്യമായി തന്നെ ഇതൊക്കെ വാച്ച് ചെയ്യുകയും ഇതിനകത്തുള്ള തെറ്റുകൾ അവർ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഒരു മടിയും കൂടാതെ അവർക്ക് നന്ദി പറയുകയും ആ തെറ്റുകൾ നമ്മൾ അടുത്ത തവണ അത് ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളത് ചെയ്യാറുള്ളതാണ്. അപ്പൊ ആ ബഹുഭൂരിപക്ഷം വരുന്ന സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരുമായ ഒരു വലിയ സബ്സ്ക്രൈബേഴ്സ്, അത് വലിയ വളരെ വലുതെന്നല്ല പറയുന്നത്, ആ ഉള്ളവര് സത്തുള്ളവരാണ്. അവർക്ക് ആ കറക്റ്റ് ആ ഒരു സത്താണ് അവരിലുള്ളത്. അതായത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത്യാവശ്യം ഒരു വിവരവും വിദ്യാഭ്യാസം ഉള്ളവരടുത്ത് പറഞ്ഞാൽ ഇത്തരം വാർത്തകൾക്ക് മുൻപോട്ട് പോകാനും കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ പറഞ്ഞു പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ആ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി പറയുന്നു. കാരണം 3.5 വർഷമായി തുടങ്ങിയിട്ട് ഒരിക്കൽ പോലും അടിപതറേണ്ടി വന്നിട്ടില്ല വാർത്തയുടെ കാര്യത്തിൽ. മുമ്പോട്ടും ഭഗവാൻ ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. അതായത് കാര്യത്തിലേക്ക് വരാം. ഇത് ഇന്ന് പുലർച്ചെ മണിപ്പൂരിലെ തെങ് ലൗപാൽ ജില്ലയിൽപ്പെടുന്ന മ്യാൻമാറിന്റെ അതിർത്തി. മണിപ്പൂരിന്റെ ഒരു ബോർഡർ മ്യാൻമാറാണ്. അപ്പോ ഇവിടെ ഒരു അതിർത്തി ഇത് 2019 നമ്മൾ അതിർത്തി കടന്നിട്ട് ഒരു 21 പേരെ കൊലപ്പെടുത്തിയിരുന്നു. കാരണം മ്യാൻമാറിൽ നമ്മുടെ അസം റൈഫിൾസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അതിർത്തി കടന്നുപോയി അടിക്കാറുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ നരേന്ദ്രമോദി സർക്കാർ കയറിയതിനു ശേഷം 2014 ശേഷം ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് നീക്കങ്ങൾ നടത്തി. എനിക്ക് തോന്നുന്നത് ഈ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. വേറെ ഒന്നുമില്ല. കാരണം അവർക്ക് അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിഹാദീസ് ഭീകര സംഘടനകൾ അതൊന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ നക്സലിസം ആയിരുന്നു, അതുണ്ടായിരുന്നു. പക്ഷെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതൊന്നും ആയിരുന്നില്ല വിഷയം. കാരണം അവിടെ കുറെ അധികം വിഷയങ്ങളുണ്ട്. കാരണം ഈ ഗോത്രവർഗ്ഗങ്ങളാണ്, മറ്റിടത്ത് ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. കാലാകാലങ്ങളിൽ ഭരിച്ച കോൺഗ്രസോ മറ്റു സർക്കാരുകളോ ഒന്നും ഇവരെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെയാണ് നരേന്ദ്രമോദി സർക്കാർ വരുന്നതും വലിയ പാടുപെട്ട് തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം ഇവർക്ക് അതിർത്തി പ്രശ്നം ഭയങ്കരമാണ്. ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഏകദേശം കുറച്ചൊക്കെ ഇവർക്ക് പരിഹരിക്കാൻ പറ്റി. പ്രത്യേകിച്ച് ആസാം, നാഗാലാൻഡ്, മിസോറാമും ഒക്കെ ആയിട്ട് എല്ലാം ബോർഡർ ഇഷ്യൂസ്, അതായത് ഈ അതിർത്തി ഒരു പ്രശ്നം തന്നെയാണ്. നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. നമ്മുടെ തമിഴ്നാടും കേരളവും തമ്മിലുള്ള ബോർഡറിൽ കിടന്ന് എപ്പോഴും അടി, ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിയുമ്പോൾ അടി, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് അത് കുറെ അധികം മാറി. രണ്ടാമത്തെ വിഘടനവാദ സംഘടനകളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വിഘടനവാദ സംഘടനകളെല്ലാം തന്നെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും MLA-മാരും ഒക്കെ വെച്ച് ആ സംഘടന പരിഷത്തൊക്കെ വലിയ ഉദാഹരണമാണ് അതിന്. പിന്നീട് ഉൾഫ വലിയൊരു സംഘടനയായിരുന്നു. അവർ ഈ ഭീകരവാദ സംഘടനയായിരുന്നു. അവർ ആയുധം വെച്ച് കീഴടങ്ങുകയും മുഖ്യധാരയിലേക്ക് വരികയും ചെയ്തു. പക്ഷെ അതിൽ നിന്നൊരു വിഭാഗം പിരിഞ്ഞുപോയി. ഉൾഫ ഐ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അവർക്ക് അസാമിലടക്കം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നു. ഒരു വർഷം മുമ്പ് ന്യൂസ് ഇന്ത്യ ഒരു വാർത്ത കൊടുത്തു. ദിബ്രുഗഡില് നമ്മളുടെ ദേശീയ പതാക പാറി. അത് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ദേശീയ പതാക മാത്രമല്ല, അവിടെ സേനയുടെ ഒരു ആസ്ഥാനം കൂടെ ഉണ്ട്. അത് ഇവന്മാരുടെ കയ്യിലിരുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ കച്ചവടം ചെയ്യണമെങ്കിലോ വീട് വെക്കണമെങ്കിലോ പോലും ഇവരുടെ പെർമിഷൻ വേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് അത് സംഭവിച്ചത്. അപ്പോഴത്തേനും ഉൾഫയുടെ ഏതാണ്ട് പ്രധാന ഉൾഫ തീർന്നു. അവരുടെ ഒരു ഗ്രൂപ്പ് അവിടുന്ന് മാറി. അവര് അസാം വിട്ടിട്ട് അരുണാചൽ പ്രദേശിലും ഒപ്പം തന്നെ മ്യാൻമാറിലും, ഇവരെല്ലാം മ്യാൻമാറിലാണ് ഇവരുടെ ഗ്രൂപ്പുകളുള്ളത്. അങ്ങനെ സെപ്റ്റംബർ 19 ഈ കഴിഞ്ഞ സെപ്റ്റംബർ, അതിനുശേഷമാണ് നമ്മൾ ചർച്ച നടന്നത്. സെപ്റ്റംബർ 19 ചർച്ച എനിക്കൊന്ന് 22 നമ്മൾ തിരിച്ചടി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വിഷയം എടുക്കുന്നത്. സെപ്റ്റംബർ 19 ബിഷ്ണുപൂർ ജില്ലയിൽ ഇതുപോലൊരു ആക്രമണം നടന്നു. ആ ആക്രമണത്തിന് നമ്മൾ അരുണാചൽ പ്രദേശിന്റെ ബോർഡറിൽ നിന്നിട്ട് ഡ്രോൺ ആക്രമണം നടത്തി മ്യാൻമാറിലേക്ക്.
കാരണം ഇവര് ഈ ഭീകരവാദികൾ കമാൻഡർ ഉൾപ്പെടെ 5 പേരാ കൊല്ലപ്പെട്ടത്, സഹായി ഉൾപ്പെടെ. അപ്പൊ ഇവര് ഈ ചെങ്കുത്തായ മലയുടെ ഇടയിലുള്ള ഗുഹകളിലാണ് ഇവര് എന്താണ് പറയുന്നത് താമസിച്ചുകൊണ്ടാണ് ചെയ്തത്. അപ്പൊ അതിൽ ചെന്ന് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലായിരുന്നു ഇവരുടെ ആക്രമണം നടന്നത്. അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. അതാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഇതിന്റെ ഒരു ഗൗരവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദും മറ്റുമൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതും പരിശീലനം കൊടുക്കുന്നതൊക്കെ നമ്മൾ അനവധി വട്ടം ഈ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രാധാന്യം വരുന്നത്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലും മ്യാൻമാറിലുമൊക്കെ മ്യാൻമാറിൽ റോഹിംഗ്യകളെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടും മറ്റുമൊക്കെ വലിയ രീതിയിൽ ഫണ്ട് ഇറക്കുന്നുണ്ട്, ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, ബംഗ്ലാദേശിലുമുണ്ട്. അപ്പൊ ഈ ഒരു പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഭീകര സംഘടന ISKPP എന്നൊക്കെ പറയുന്ന സംഘടനകളുണ്ട്. ആ സംഘടനകളും കൂടെ യോജിച്ചുകൊണ്ട്, കാരണം ഈ സംഘടനകൾക്ക് മുമ്പോട്ട് പോകാൻ പണം വേണം. അപ്പോൾ വലിയ രീതിയിലുള്ള ഫണ്ടിങ് പാകിസ്ഥാനിൽ നിന്ന് വരികയും ഈ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കുക, അശാന്തി ഉണ്ടാക്കുക. കാരണം ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ ബോർഡറിൽ പണി നടക്കില്ല, കാരണം അവിടെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്, വേറെ ബോർഡറിലൊന്നും നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിതുവരെ കൈവെക്കാത്തൊരു മേഖലയാണ് വടക്കിഴക്കൻ മേഖല. ആ മേഖലയിൽ അശാന്തി സൃഷ്ടിക്കുക എന്നതിന്റെ ഭാഗമാണ്. നമ്മൾ കണ്ടതാണ്, ഈ ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെ പലായനം ചെയ്യുന്നവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തികളിൽ ക്യാമ്പുകൾ തുറക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പ് എന്ന നാട്യത്തിൽ തുറന്നുകൊണ്ട് അത്തരത്തിലൊരു പരിശീലനവും മറ്റുമൊക്കെ അവിടെ നൽകുന്നുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വെടിവെപ്പ് നടന്നു, പെട്രോളിങ്ങിന് പോയ നമ്മുടെ അസം റൈഫിൾസിന്റെ ഗ്രൂപ്പിന് നേരെയാണ് വെടിയുതിർത്തത്. 4 സൈനികർക്ക് പരിക്കേറ്റു. അതിനുശേഷം കൂടുതൽ സേന അവിടെ എത്തുകയും ആ പ്രദേശത്തുള്ള ജനങ്ങളെ ഒന്ന് സേഫ് ആക്കുകയും ചെയ്തു, വലിയ തിരിച്ചടി നൽകുകയും ചെയ്തു. അതിൽ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ ഇതിന്റെ വേരുകൾ അന്വേഷിച്ച് അതിർത്തി കടക്കാനുള്ള സാധ്യതകളുണ്ട്. മ്യാൻമാറിന്റെ അതിർത്തി ഇന്ത്യൻ സേന കടക്കുക എന്നുള്ളൊരു പുതിയ വാർത്തയല്ല, അത് നമ്മൾക്ക് ഒരുപാട് തവണ അതിർത്തി കടന്ന് അടിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ മണിപ്പൂരിന്റെയും മ്യാൻമാറിന്റെയും ഒക്കെ അതിർത്തിയിൽ ശരിക്കും പറഞ്ഞാൽ വേലിയോ മറ്റോ ഇല്ല. അതിന്റെ ഒരു വേലി കെട്ടുന്ന പണി തുടങ്ങിയത് തന്നെ ഈ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി വന്നതിന് ശേഷമാണ്. അതും പൂർത്തിയായിട്ടില്ല. നമുക്കറിയാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിർത്തി നെടുനീളത്തിലാണ് കിടക്കുന്നത്. ബംഗ്ലാദേശുമായിട്ട് പോലും നമുക്ക് 4016 കിലോമീറ്റർ അതിർത്തിയുണ്ട്, മ്യാൻമാറുമായിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് വേണ്ടിയിട്ട്, രണ്ട് നാട്ടിലെയും പൗരന്മാർക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ പാസ്പോർട്ടോ വിസയോ ഒന്നും നാളിതുവരെ വേണ്ടായിരുന്നു. പക്ഷെ അമിത്ഷാ വന്നതിന് ശേഷം അത് കുറച്ച് സ്ട്രിക്റ്റ് ആക്കി. അവിടെ നിന്ന് വരുന്നവർക്ക്, ഈ ഗ്രാമീണർക്കല്ല, ഇതിന്റെ അതിർത്തി താമസിക്കുന്നവരുണ്ട്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയും, ഒരു നിശ്ചിത സ്ഥലം വരെ പോകാൻ കഴിയും. അല്ലാതെ വരുന്നവർക്ക് ഒരാഴ്ചത്തെ പെർമിറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങുന്നതും ഈ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി വന്നതിന് ശേഷമാണ്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. അതിനെ അതീവ ഗൗരവമായിട്ട് തന്നെയാണ് സേന കാണുന്നത്. കാരണം ഈ സത്യത്തിൽ ഈ പറയുന്ന സംഘടനകളൊക്കെ ഇപ്പോൾ വലിയ ശക്തിയില്ല, എന്തായാലും പറയുന്നത് ദുർബലമായ സംഘടനകളാണ്. ഈ ഉൾഫ ഐ എന്ന് പറഞ്ഞാലും ISKP എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെയുള്ള സംഘടനകൾ വളരെ ദുർബലമായ സംഘടനയാണ്. അപ്പൊ ആ ദുർബലമായ സംഘടനകൾക്ക് പഴയതുപോലെ, അതായത് മുൻപ് ഒരു 10-20 വർഷം മുമ്പൊക്കെ അവർ നടത്തിയ ആ ഒരു ഭീകരാക്രമണത്തിന്റെ പവറിലൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. ഒരുപക്ഷെ ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെ കിട്ടുന്ന ഫണ്ടിന് അവര് ഒരു സാമ്പിൾ കാണിച്ചു കൊടുക്കണമല്ലോ, ഞങ്ങൾക്ക് ഫണ്ട് കിട്ടി, സന്തോഷം, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തി എന്നുള്ളതാകാം. അതല്ല എങ്കിൽ അവിടെ ഒരു അശാന്തമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവിടത്തേക്ക് കൂടുതൽ സ്പേസ് തേടാനുള്ള പാകിസ്ഥാന്റെ ശ്രമമായിട്ട് തന്നെ ആകണം ഇതിനെ പലരും വിലയിരുത്തുന്നത്. അതല്ലാതെ മ്യാൻമാറിലുള്ള ഈ ഗ്രൂപ്പുകൾ, വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പുകൾ, അവര് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചാണ്. അവർക്ക് ഇന്ത്യയിൽ പുതിയ രാജ്യവും പ്രദേശവും ഒക്കെ വേണമെന്ന് അവകാശപ്പെടുകയും പ്രക്ഷോഭം നടത്തുകയും ഈ തോക്കും ഒക്കെ ആയിട്ട് വിപ്ലവം നടത്തുകയൊക്കെ ചെയ്ത ടീമുകളാണ്. അവരെല്ലാം നമ്മൾ ഒതുക്കി. അപ്പൊ അതിൽ നിന്ന് പോയ ചില ചെറിയ ഗ്രൂപ്പുകളാണ്. അപ്പൊ അവർക്ക് അവർ നടത്തുന്ന ഒരു ആക്രമണമാണ്. പക്ഷെ ഈ ആക്രമണത്തെ പഴയതുപോലെ, അതായത് മുൻപായിരുന്നു ഈ ആക്രമണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു സെൻസിലേക്ക് എടുത്തേനെ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ആ സെൻസിൽ എടുക്കാൻ കഴിയില്ല. കാരണം കുറെ നാളുകളായിട്ട് ഈ വടക്കിഴക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിലും മ്യാൻമാറിലുമൊക്കെ ഭീകര ക്യാമ്പുകൾ തുറക്കുകയും അവർക്ക് ISIS ട്രെയിനിങ് ഉൾപ്പെടെ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ പിന്നിൽ ഒരു സംഘടിത ശ്രമം ഉണ്ടാകാം എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു ലോജിക്കലായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്. ഒരുപക്ഷെ ഇതിന്റെ ഇന്നോ ഇല്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷമോ അതിർത്തി കടന്നൊരു വലിയ അടിയുടെ വാർത്ത കൂടി ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ ഇടവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.